SS രാജേന്ദ്രൻ്റെ ഒരു നാടകം. ആ നാടകം തെൻപാണ്ടി വീരൻ എന്നൊരു പടം. എനിക്ക് അന്നൊക്കെ തമിഴ് അറിയില്ല. മലയാളം പറഞ്ഞുകൊണ്ട് വീട്ടിലൊക്കെ മലയാളം, തമിഴ് അറിയില്ല. അപ്പോൾ ഞാൻ ഒരു ശില്പിയുടെ മകളാണ്. കണ്ട ഒരു സ്റ്റാച്ചുവിന് പോലെ ഇങ്ങനെ നിൽക്കണം, അധികം സംസാരമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഈ വടക്കം വീരൻ കഥയിലൊക്കെ ഇടില്ലേ, അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കണം. അങ്ങനത്തെ ഒരു വേഷമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡ്രാമ അവിടെ ചെന്നൈയിൽ വലിയൊരു രാജ അണ്ണാമലൈ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ആദ്യത്തെ ഷോ നടത്തുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് MGRഉം രാമണ്ണ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഡയറക്ടർ, ഇന്നത്തെ മണിരത്നം എന്നൊക്കെ പറയില്ലേ, അത് അത്ര ആ സ്റ്റേജിലുള്ള ഡയറക്ടറും കൂടി ഈ ഡ്രാമ പ്രസിദ്ധ ചെയ്യാനായിട്ട് വന്നിരിക്കുക. അവരിത് കണ്ടപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പാസം എന്നൊരു പടമാണ്, അതിൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ എന്നെ 3 കൊല്ലത്തേക്ക് അവർ എഗ്രിമെൻ്റ് ഇട്ടു. SS രാജേന്ദ്രൻ്റെ ഓരോ കമ്പനിയിൽ ഞാൻ എന്ത് അഭിനയിച്ചാലും എത്ര പണം കിട്ടിയാലും പകുതി അവർക്ക് കൊടുക്കണമെന്ന്. കമ്മീഷൻ ബേസ്. അങ്ങനെ പകുതി അവർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ പാസം എന്നുള്ള പടത്തിൽ അന്നത്തെ എത്രയോ കൊല്ലത്തിന് മുമ്പ് എനിക്ക് 3000 രൂപ കിട്ടി. അതിൽ പകുതി അവരെടുത്തു. ഒറ്റ ഡ്രാമയെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, ഒരു ഡ്രാമ. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ 3000 രൂപ 1500 രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു എമൗണ്ടാണ്.